ഇന്നലെ എഴുതിയതാണ്. ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? എല്ലാവരും കേൾക്കുന്നില്ലേ? 6 പേരല്ലേ? എല്ലാവരും കേൾക്കുന്നില്ലേ? അല്ലേ? എല്ലാവരും ഒന്ന് പരിചയപ്പെടാം നമുക്ക്. എന്റെ പേര് ആക്കിഫ് എന്നാണ്. എല്ലാവരും ഒന്ന് പേരൊന്ന് പറയും. ശ്രീറാം. എവിടെ പഠിക്കണേ? ഷൊർണൂർ അല്ലേ. പിന്നെ അടുത്ത ആള് സിജിൻ. സിജിൻ എവിടെ പഠിക്കുന്നേ? SN തന്നെ അല്ലേ? ഓക്കെ. അടുത്ത ആള് വിവേക്. എവിടെ പഠിക്കുന്നേ? കല്ലടി. അവിടെ അല്ലേ, കല്ലടി. ഓക്കെ. പിന്നെ അടുത്ത ആള് ഇനിയില്ലേ, 3 ആളേ ഉള്ളൂ. ഷെജ്മ. എവിടെ പഠിക്കുന്നേ? പൊറ്റശ്ശേരി അല്ലേ. ഓക്കെ. അടുത്ത ആളാരാ? മൂസിന. എവിടെ പഠിക്കണേ? കാരാകുറിശി അല്ലേ. ഓക്കെ. അടുത്ത ആള് ഒരാളും കൂടി ഇല്ലേ? ഓക്കെ. എല്ലാവരും കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. എന്തെങ്കിലും സ്റ്റെക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. ഓക്കെ. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് ആണ് അല്ലേ? ഫിസിക്സ് നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് എടുത്തോ? ചാപ്റ്റേഴ്സ് ഒരുപാട് എടുത്തോ ഫിസിക്സില്? എടുത്തിട്ടില്ല അല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് തുടങ്ങി നോക്കാം അല്ലേ? ഫിസിക്സ് നിങ്ങള് ഒരുപാട് പേര് അറിയുന്നതാണ്. ഫിസിക്സിന്റെ പല കാര്യങ്ങളും ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫിസിക്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന +1 തന്നെ ഏറ്റവും നല്ല ചാപ്റ്റേഴ്സിൽ ഒന്നായ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്, ഫിസിക്കൽ വേൾഡിലെ ചാപ്റ്റർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഏതാണ്? സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഒന്നുമില്ല, ജസ്റ്റ് ഓക്കെ. കുറച്ചെടുത്തിട്ടുണ്ടല്ലേ? നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ചാപ്റ്ററിന്റെ പേരാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് എന്ത് ചാപ്റ്ററിന്റെ ടൈറ്റിൽ ആയിട്ടുള്ളത്. കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവില്ല. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് എന്ത് ചാപ്റ്ററിന്റെ ടൈറ്റിൽ. അപ്പൊ പറയുന്നൊക്കെ എന്തിനെ പറ്റിയിട്ടാണ്? യൂണിറ്റ്സിനെ പറ്റിയിട്ടും അതുപോലെ എന്തിനെ പറ്റിയിട്ടാണ്? മെഷർമെന്റ്സിനെ പറ്റിയിട്ടുമാണ് അല്ലേ? യൂണിറ്റ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? യൂണിറ്റ്സ് കേട്ടുക്കണോ? യൂണിറ്റ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ആരെങ്കിലും പറയടാ. നിങ്ങൾ ചാപ്റ്റർ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. യൂണിറ്റ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ലേ? യൂണിറ്റ്സിനെ പറ്റിയിട്ട് പൊതുവെ നമ്മൾ എന്തിനാണ് യൂണിറ്റ്സ്, എന്തിനാണ് മെഷർമെന്റ്സ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്നുണ്ട് അല്ലേ? ഉദാഹരണം നമ്മൾ 1 എന്ന് പറഞ്ഞു. ജസ്റ്റ് നമ്മളൊരു വാക്ക് പറയണത് 1 എന്നുള്ള ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു. 1 ജസ്റ്റ് 1 ഇല്ല എന്ത് പറഞ്ഞു? വണ്ണ് പറഞ്ഞു. ഓക്കെ അല്ലേ? 1 പറഞ്ഞാൽ എന്താണ്? അതൊരു അതിന്റെ മീനിങ് തന്നെ പറയുന്നത്. 1 നമ്മള് യൂണിറ്റ് പറയുമ്പോൾ എപ്പോഴും എന്ത് പറയണം? ഒന്നില്ലെങ്കിൽ 1 എന്താന്ന് പറയണം അല്ലേ? നമ്മൾ പണ്ട് ബഷീറിന്റെ നോവൽ വായിച്ചില്ലേ, ഒരു ബാല്യകാല സഖി എന്നില്ലേ? ഒരു പുഴയും കൂടി കഴിഞ്ഞാൽ എന്താന്ന് ചോദിക്കുമ്പോൾ പറയില്ലേ, ഒന്നൊന്നും കൂടി, ഒരു വലിയ ഒന്നെന്ന് പറയില്ലേ? പക്ഷെ ഇത് നമ്മളപ്പോ എന്ത് ചെയ്യും? അത് കേട്ട് ചിരിക്കും. പക്ഷെ പറഞ്ഞത് കാര്യമെന്നൊന്ന് ആലോചിച്ചാൽ മതി അല്ലേ? ഒന്നും എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ? 1 കിലോമീറ്ററും 1 മീറ്ററും കൂടി എന്തല്ല? 2 കിലോമീറ്റർ ആണോ? 2 മീറ്റർ ആണോ? അല്ല. അപ്പൊ 1 എന്ന് പറയുമ്പോൾ അത് എന്തെന്നും നമ്മൾ എന്ത് ചെയ്യണം? പറയേണ്ടിയിരിക്കുന്നു. അതെവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 ഇല്ലിന്റെ ടോപ്പിക് എന്ത് ബേസിക് സെൻസ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ. 1 ഇല്ല കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫിസിക്സിൽ പഠിക്കേണ്ട ഏറ്റവും മികച്ച ടോപ്പിക്കുകളിൽ ഒന്ന് തന്നെയാണ് എന്ത്? യൂണിറ്റ്സും അതുപോലെ പറയുന്ന ഒന്നാണ് എന്ത്? മെഷർമെന്റ്സ് എന്നുള്ള കാര്യം. ഓക്കെ. മെഷർമെന്റ്സും അതുപോലെ യൂണിറ്റും. ഓക്കെ.
അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട യൂണിറ്റ്സിന്റെ കാര്യത്തിൽ? എന്തൊക്കെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ എന്താ യൂണിറ്റ്സിനെ പറ്റി എന്താ പറഞ്ഞു തുടങ്ങിയത്? കേൾക്കുന്നില്ല നിങ്ങൾക്ക്? ആ എന്നാ പറ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് സാർ പറഞ്ഞത്? ആ ഓക്കെ. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും പറഞ്ഞു, അതുപോലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു അല്ലേ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്ക് എന്താ സാറ് പറഞ്ഞതെന്ന്. നിങ്ങൾ എഴുതിയിട്ടില്ല, നോട്ട് എഴുതിയിട്ടില്ലേ? ആ ഒന്ന് നോക്ക് എന്താണ് സാറ് പറഞ്ഞത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും സാറ് പറഞ്ഞ എന്താ, ജസ്റ്റ് എന്ത് ചെയ്യുന്നു നോക്ക്. നോക്കിയോ? നോക്കിയോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി നോക്കിയോ? കേൾക്കുന്നില്ല നിങ്ങൾക്ക്? നോക്കിയോ? എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉദ്ദേശിക്കുന്നത്? എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത് എന്താ? ജസ്റ്റ് ഒന്ന് തുടങ്ങാം നമുക്ക്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താ പറഞ്ഞത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ? ഫിസിക്കൽ അല്ലേ? ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് അല്ലേ? മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന് എന്താ പറഞ്ഞത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ക്വാണ്ടിറ്റീസ് പറയുന്ന കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് എന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ അതിൽ വേറെ ഒന്നാണ് ഏത്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. എന്താ നമ്മുടെ ഈ ക്വാണ്ടിറ്റീസിന്റെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. അത് മലയാളത്തിൽ പറയുന്നുണ്ട്, നമ്മളെ ഭൗതിക പരിമാണങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് എന്ത് ചെയ്യാം? അക്യുറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? എനി ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് അക്യുറേറ്റ്ലി. നമുക്കറിയാം ഫിസിക്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? അക്യുറസി ആണ്. അപ്പൊ അക്യുറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യാം? നമ്മൾ പറയാം ഇങ്ങനെ അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അപ്പൊ പറ, എന്തായിരിക്കും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? പറ, എന്തായിരിക്കും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? അക്യുറേറ്റ് ആയിട്ട് അല്ലാത്ത അല്ലെ? അക്യുറേറ്റ് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എന്ത് പറയാ? എന്തിനാ പറയാ? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം അല്ലെ? നമ്മൾ പറയാം, നമുക്ക് ഉദാഹരണം എക്സാമ്പിൾ പറയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എക്സാം ലെങ്ത് അല്ലെ? അതുപോലെ ലെങ്ത്, അതുപോലെ എന്താണ്? ഡിസ്റ്റൻസ് അല്ലെ? ലെങ്ത്, ഡിസ്റ്റൻസ്, അതുപോലെ മാസ് അല്ലെ? പിന്നെ ഹൈറ്റ് അല്ലെ? ഹൈറ്റ്, അതുപോലെ പിന്നെ എന്താണ്? നമ്മളെല്ലാതും വേവ് ലെങ്ത്, നമ്മൾ ഫിസിക്സ് പഠിക്കണ എന്ത് വേവ് ലെങ്ത്, അതൊക്കെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ടൈം അല്ലെ? സമയത്തൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. നമ്മൾ പറഞ്ഞ എന്താണ്? ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ ഏതാണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനി ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ മെഷേർഡ് അക്യുറേറ്റ്ലി, നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാം? എന്താ പറയാ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അല്ലാത്ത എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അല്ലാത്തതൊക്കെ എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇന്നൊരാളെന്ന് പറ, ആരാ പറയാം? എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞ? എന്താ നമ്മൾ പറഞ്ഞേ? അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന് എന്ത് പറയാം നമ്മള്?
ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അല്ലാത്തതൊക്കെ എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ? ക്വാണ്ടിറ്റീസ് എത്ര രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? രണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ ഏതാണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അല്ലെ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതുപോലെ എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അല്ലെ? വേറെ ആള് പറ. ഇനി ആരല്ലേ? ആരുല്ലേ? ആരുമില്ലേ? ഇനി കേൾക്കുന്ന ആരുമില്ലേ? കേൾക്കുന്ന ആരുമില്ലേ? വേറെ ആരും കേൾക്കുന്നില്ലേ? വേറെ ഒരുപാട് പേരുണ്ടല്ലോ, 4-5 പേരുണ്ടല്ലോ. എന്തൊരാൾ പറ, എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അല്ലേ? ആ പറഞ്ഞോ, ധൈര്യമായി പറ. സെക്കൻഡ് ചാപ്റ്റർ. ആ അല്ലേ? എന്താണ് ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവിങ്, എന്താണ് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ, മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന് എന്ത് പറഞ്ഞേ? ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താ എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്? ആ ലെങ്ത്, മാസ്, സൈസ് അല്ലേ? പിന്നെ അതൊക്കെ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എത്രയാണ്? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് എഴുതിയതല്ലേ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സാറ് പറഞ്ഞപ്പോ എഴുതിയല്ലേ? അല്ലാത്തവരെ എഴുതുക. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞ എന്താണ്? എഴുതിയതാണോ? അപ്പൊ ഞാൻ അല്ലാതെ എഴുതുക. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞ എന്താ എഴുതുക? എന്താ എഴുതണ്ടേ? എനി ക്വാണ്ടിറ്റി which can be measured accurately. Any quantity which can be measured accurately മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. Any quantities which can be measured accurately is called physical quantities. ഓക്കെ, എക്സാമ്പിൾ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പറയാൻ നമ്മൾ പറയാവുന്ന ടോപ്പിക്, അടുത്തും ഒരു സിമ്പിൾ ടോപ്പിക് ആണ്. പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ പറയുന്നത്? നമ്മളെന്താ പറയാൻ പോകുന്നത്? എന്തിനാ പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റി എന്താ പോകുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റി എന്താ പോകുന്നത്? നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഏത് ക്വാണ്ടിറ്റീസ് നമുക്ക് എന്താക്കാം? വേറെ രീതിയിൽ എഴുതാം. ഓക്കെ, the quantities which cannot be represented in terms of other simple physical quantities. അതായത് നമ്മൾ വേറെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അതിനെ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് എന്ത് പറയാം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറയാം. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. അതായത് ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ പറയാ? ടെമ്പറേച്ചർ കേട്ടിട്ടുണ്ട് അല്ലേ? ടെമ്പറേച്ചർ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പറയാൻ പറ്റുമോ? ടെമ്പറേച്ചർ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഉദാഹരണം ഞാൻ പറയാം. വെലോസിറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങളെ വെലോസിറ്റി കേട്ടിട്ടുണ്ടോ? വെലോസിറ്റി നമുക്ക് എങ്ങനെ പറയാം? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞൂടെ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ അത് നമുക്ക് വേറെ രീതിയിൽ പറയാം അല്ലേ? പക്ഷേ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. ഉദാഹരണം എക്സാമ്പിൾ പറയുന്നതാണ് എന്ത്? ലെങ്ത്, അതുപോലെ മാസ്, ടൈം,
ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റി, ഇതൊക്കെ നമ്മൾ നിങ്ങൾ കേട്ടോ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു രീതി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വെലോസിറ്റി പറഞ്ഞ പോലെ ലെങ്ത് നമുക്ക് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുമോ? ഇല്ല. തന്നെ ആയിക്കോട്ടെ. അത് മുസല്ല വെച്ചാൽ മതി. ആയിക്കോട്ടെ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മളെന്താ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലേ? ക്വാണ്ടിറ്റീസ് വിച്ച് കനോട്ട് ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് അതർ സിമ്പിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതുക. ദ ക്വാണ്ടിറ്റീസ് വിച്ച് കനോട്ട് ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് അതർ സിമ്പിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലേ? അതിൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. എത്രയാണ്? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സാധാരണയായിട്ട് എന്ത് ചെയ്യണ്ടേ, പഠിക്കേണ്ടി വരിക. അതായത് 7 ടൈപ്പാണ്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാനല്ലേ, നമുക്ക് പഠിക്കാനല്ലേ. അതിൽ ഫസ്റ്റ് വൺ, ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? നമ്മൾ പറഞ്ഞ തന്നെ എന്ന മുകളിൽ പറഞ്ഞ ഏതാണ്? ലെങ്ത്. ഏതാണ്? ലെങ്ത്. സെക്കൻഡ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? ലെങ്ത്. സെക്കൻഡ് വൺ ഏതാണ്? മാസ്. അടുത്ത തേർഡ് വൺ നമ്മൾ പഠിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഏതാണ്? ലെങ്ത്, അടുത്തത് മാസ്, പിന്നെ പഠിക്കുന്നത് ടൈം. ഓക്കെ, ടൈം. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒരു പുതിയ ഒരു രീതിയിൽ പഠിക്കുന്ന കാര്യമാണ് ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയും. എന്താണ്? ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് അഞ്ചാമതായിട്ട് പഠിക്കേണ്ട ഒന്നാണ് ടെമ്പറേച്ചർ. അത് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? ടെമ്പറേച്ചർ കേട്ടിട്ടില്ലേ? ടെമ്പറേച്ചർ. ഓക്കെ. പിന്നെ ആറാമതായിട്ട് പഠിക്കുന്ന ഒന്നാണ്, ടെമ്പറേച്ചർ കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് കറന്റ്. എന്താണ്? ഇലക്ട്രിക് കറന്റ്. പിന്നെ ലാസ്റ്റ് അവസാനമായിട്ട് ഏഴാമതായിട്ട് പഠിക്കേണ്ട എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ട് എന്ത്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അപ്പൊ ഇതാണ് ഏത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഈ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ സാധിക്കില്ല. അത് വെലോസിറ്റി എഴുതുന്ന പോലെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതുന്ന പോലെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കറിയാം, നിങ്ങൾ കേൾക്കുക, ലെങ്ത്, മാസ് അല്ലെ, ടൈം. അപ്പൊ നമ്മൾ സമയം പറയാം അല്ലേ? നമ്മളെങ്ങനെ സമയം പറയല്? സമയം നമ്മൾ പറയല്? കേൾക്കുന്നില്ല നിങ്ങൾക്ക്? എങ്ങനെ നമ്മൾ സമയം, നമ്മളെങ്ങനെ സമയം പറയൽ എങ്ങനെ? പറഞ്ഞോ, എങ്ങനെ സമയം സമയം എങ്ങനെ പറയല്? 7:23 അല്ലെ? ആ രീതിയിൽ നമ്മൾ എങ്ങനെ സമയമൊക്കെ പറയല്ലേ? 7:23 അല്ലെ? അപ്പോഴും ഒരു രീതി നമുക്ക് എന്തുണ്ട്, എത്ര മണിക്കൂർ, എത്ര സെക്കൻഡ് അല്ലെ, അങ്ങനെ പറയാം. അല്ല വേറെ ആരെയും നമുക്ക് സമയം പറയാനൊരു രീതി ഇല്ലേ? അല്ലാതെ ആ രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഒന്നും എന്ത് ചെയ്യാറില്ല, സമയങ്ങൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ പറയാറില്ല. അപ്പൊ അത് തന്നെയാണ് ഈ 7 ഐറ്റംസും. ഏതൊക്കെയാ? ലെങ്ത്, മാസ്, ടൈം, ലൂമിനസ് ഇന്റൻസിറ്റി, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ ഏഴും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യല്ല, പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ 7 എന്താ നമ്മൾ എന്ത് പറയുന്നത്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിലെ ഫസ്റ്റ് വൺ ഏതാണ്? ലെങ്ത്. സെക്കൻഡ് വൺ മാസ്. തേർഡ് വൺ ടൈം. ഫോർത്ത് വൺ luminous intensity. Fifth one temperature. Sixth one electric current. Seventh one amount of substance. Okay, length, mass, time, luminous intensity, temperature, electric current and amount of substance. ഇതാണ് എന്ത്? 7 fundamental quantities. Fundamental quantities പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? which cannot be represented in terms of other physical quantities.
വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. അങ്ങനത്തെയാണ് എന്ത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ ആണോ? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കേട്ടോ? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കേട്ടോ? ഓക്കെ ആണോ? എന്നാ പറ, ഏതൊക്കെയാണ്, എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞത്? എന്താ നമ്മൾ പറഞ്ഞേ? അതർ സിമ്പിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നോട്ട് എഴുതാത്തവർ എഴുതാത്ത ക്വാണ്ടിറ്റീസ് വിച്ച് കനോട്ട് ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് other simple physical quantities. The quantities which cannot be represented in terms of other simple physical quantities. അതാണ് എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എഴുതാത്തവർ എഴുതുക. അതിൽ 7 എന്തുണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലെങ്ത് ആണ്, സെക്കൻഡ് വൺ മാസ് ആണ്, തേർഡ് വൺ ടൈം ആണ്, ഫോർത്ത് വൺ ലുമിനസ് ഇന്റൻസിറ്റി ആണ്, ഫിഫ്ത്ത് വൺ ടെമ്പറേച്ചർ ആണ്, സിക്സ്ത് വൺ ഇലക്ട്രിക് കറന്റ് ആണ്, ആൻഡ് സെവൻത്ത് വൺ ഈസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ 7 നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് എന്ത് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ വേറെ ആള് പറ, ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? നിങ്ങൾ പേരൊക്കെ പറഞ്ഞു, പേരൊക്കെ ഒന്ന് പറ. ഒരാളെ പേരെന്താ പറഞ്ഞേ? വിവേക് അല്ലേ? വേറെ ആളെന്താ പേര് പറഞ്ഞേ? ഷിജിൻ അല്ലേ? വിവേക്, ഷിജിൻ, പിന്നെ ശ്രീറാം, പിന്നെ ആളില്ലേ? 3 പേരുള്ളൂ. സജ്ന, പിന്നെ ഷെജ്മ, സോറി, പിന്നെ ഇത്ര ആളുള്ളൂ. ഓക്കെ, എന്നാ ശ്രീറാം ഒന്ന് പറയടാ, ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ഏതൊക്കെ, സോറി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതെല്ലാം? ശ്രീറാം കേൾക്കുന്നുണ്ടോ? എന്നാ പറ, ഏതൊക്കെയാടാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? എന്താ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞ എന്താ? Fundamental quantities, the simplest quantity cannot represent in terms of the simple quantities. Physical quantities are called fundamental quantities. അല്ലേ? എക്സാമ്പിൾ ഏതൊക്കെ പറഞ്ഞേ? എക്സാമ്പിൾ ലെങ്ത്, മാസ്, ടൈം, luminous intensity, temperature, amount of substance. ഇലക്ട്രിക് കറന്റ്, അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ? ഓക്കെ മ്യൂട്ട് ചെയ്തു. അടുത്ത പറഞ്ഞ സജ്മെ, നെജ്മെ, എന്താ പറഞ്ഞ? സജ്മെ അല്ലല്ലോ പേര് പറഞ്ഞേ? ഓക്കെ, ഏതൊക്കെയാടാ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞേ? ഓക്കെ. പിന്നെ ഇനി അടുത്ത ആൾ ആരാ ഫസ്റ്റ് പറഞ്ഞ ഒരു കേളും കൂടി അല്ലേ? ആരാണ്? വിവേകോ? വിവേക്, ഏതൊക്കെയാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഏതൊക്കെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതെല്ലാം? ലെങ്ത്, മാസ്, ടൈം, ഇന്റൻസിറ്റി, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ? അടുത്ത ആൾ ആരാ പറഞ്ഞാലും മുഹ്സിനെ എന്തോ പേര് പറഞ്ഞില്ലേ? കേൾക്കുന്നുണ്ടോ? പോയോള്. ഓക്കെ, അതാണ് എന്ത് നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ അടുത്ത് ഫസ്റ്റ് വൺ, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതായത് ഇതിന്റെ നമ്മൾ ഈ പറയുന്നത് എന്തിന്റെയാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിൽ ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് എന്ത്, അതിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, അതിന് ബി എന്ന് എഴുതാം. അടുത്ത ഏതാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താ പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടുത്ത് പറയാൻ പോകുന്ന എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണ്? വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് അതർ സിമ്പിൾ ക്വാണ്ടിറ്റീസ്. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് in terms of other physical quantities, which can be represented in terms of other physical quantities, which can be represented in other terms of other physical quantities. അതായത് മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ടേംസിന് എന്ത് പറയാം?
ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തായാലും എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ഏതാ പറയാൻ പറ്റുക, ഫോഴ്സ് അല്ലെ, ഫോഴ്സ്, അതുപോലെ വെലോസിറ്റി, ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ എക്സെട്ര. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഇതൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ എന്ത് പറയാം, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം അല്ലേ. അതായത് നമുക്കിതിനെ മാറ്റി എഴുതാം, അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ്, ഉദാഹരണം ഫോഴ്സ് അല്ലെ, ഫോഴ്സ്, ഫോഴ്സ് അല്ലെ, ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ എഴുതി കൂടെ. കേട്ടില്ലേ നിങ്ങൾ ഇത് ഈക്വേഷൻ കേട്ടില്ലേ, എം എന്ന് കേട്ടില്ലേ, കേട്ടിട്ടുണ്ടോ, ന്യൂട്ടൺസ് ലോ അല്ലെ, മാസ് ഇൻറ്റു ആക്സലറേഷൻ എഴുതി കൂടെ. അപ്പൊ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഫോഴ്സിനെ എഴുതി. അതുപോലെ വെലോസിറ്റി, വെലോസിറ്റി, വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ, എഴുതിക്കൂടെ, എഴുതിക്കൂടെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം. അപ്പൊ ഇതൊക്കെ എങ്ങനെ എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. പക്ഷെ മുകളിൽ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഇതെന്ത് പറഞ്ഞേ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും പറഞ്ഞേ. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറഞ്ഞതാണ് വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എന്ത് പറയാൻ പറ്റുക, നമ്മളെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറഞ്ഞാൽ എന്താ പറയാ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ ഇത് എ ആണെങ്കിൽ ഇതാണെന്ത്, ഇത് എ, മറ്റത് എന്താണ്, ഇത് ബി. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. അപ്പൊ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയാം, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുന്നത് ഏതാണ്, ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ, വോളിയം, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ, ഓക്കെ ആണോ, ഓക്കെ അല്ലേ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മനസ്സിലായോ, മനസ്സിലായോ എല്ലാവർക്കും, എല്ലാവർക്കും മനസ്സിലായില്ലേ. ഒരാൾ പറ എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ, ആരാ പറഞ്ഞ നേരത്തെ, ശ്രീറാം ഒന്നുകൂടിയും പറയടാ, എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ, അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ. ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയാൻ പറ്റിയ ഏതൊക്കെയാണ്, ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അതൊക്കെ എന്തിനാ എക്സാമ്പിൾ, വോളിയം, അതൊക്കെ എന്തിനാ ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, അതൊക്കെ എന്താണ് എക്സാമ്പിൾ ആണ് അല്ലേ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ. അപ്പൊ അതാണ് എന്ത്, ക്വാണ്ടിറ്റീസിന്റെ ടോപ്പിക്. നമ്മൾ പറഞ്ഞ എന്ത് ചെയ്ത ടോപ്പിക്കാണ്, ക്വാണ്ടിറ്റീസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇനി ഈ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും രീതിയിൽ പറയണം അല്ലേ, എന്തെങ്കിലും രീതിയിൽ നമ്മൾ മെഷർ ചെയ്യണ്ടേ. ഈ പറയുന്ന ഫോഴ്സിനെയും വെലോസിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയാലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയാലും അതിന് എന്തിനു ചെയ്യണം, മെഷർ ചെയ്യണം അല്ലെ. മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചൊരു വാക്കാണ് യൂണിറ്റ്. എന്താ പറയുന്നത്, യൂണിറ്റ്. മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, യൂണിറ്റ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് എന്ത്, യൂണിറ്റ് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി പറയാൻ പോകുന്നത്. യൂണിറ്റ് ഒന്നുമില്ല, ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത് പറയുന്നത്, ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്തിനു വേണ്ടിയിട്ട്, യൂസ്ഡ് ഫോർ മെഷറിംഗ്. എ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. A standard used for measuring a physical quantity. A standard used for measuring a physical quantity. A standard used for measuring a physical quantity. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത് പറയുന്നത്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് എന്ത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ, എങ്ങനെ, യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ എഴുതുക, യൂണിറ്റ്, ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്നത് എ യൂണിറ്റ് പറയുന്നത്. എ സ്റ്റാൻഡേർഡ് used for measuring a physical quantity. A standard used for measuring a physical quantity. അതാണ് എന്ത്, യൂണിറ്റ് എന്ന് പറയുന്നത്. A standard used for measuring a physical quantity.
ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആണോ? യൂണിറ്റ് കേട്ടില്ലേ? കേട്ടില്ലേ? കേട്ടോ? അപ്പൊ ഇനി നമുക്ക് എന്തിന്റെയൊക്കെ യൂണിറ്റ് പറയേണ്ടി വരും? നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ അല്ലേ? നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് രീതിയിലാന്ന് പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചേ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഏത് യൂണിറ്റ് ആയിരിക്കും പറയണ്ടേ? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് അല്ലേ? എന്താ പറയണ്ടേ? നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന യൂണിറ്റ്സ് എന്തിന്റെയാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഫസ്റ്റ് പറയുന്ന യൂണിറ്റ് ഏതിന്റെയാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. എന്താ പോകുന്നത്? നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്. അതായത് ദ യൂണിറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലേ? യൂണിറ്റ്സ് എന്താണ്? യൂണിറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ്സ്. യൂണിറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന്. നമ്മൾ ആദ്യം പഠിച്ച ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതാ? ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ച ഏതാ? പറ. ലെങ്ത് അല്ലെ? ലെങ്ത്. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ച ഏതാണ്? ലെങ്ത്. ഓക്കെ, ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആദ്യം പഠിച്ചത്. ലെങ്ത്തിന്റെ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ലെങ്ത് നമ്മളെങ്ങനെ ലെങ്ത്തിന് എങ്ങനെയൊക്കെ പറയാറ് ഒന്ന് പറയുന്ന നോക്ക്. അതായത് ദൂരത്തിന് നമ്മൾ എങ്ങനെ പറയാം? മീറ്റർ അല്ലേ? ഫസ്റ്റ് എങ്ങനെ പറയാം? മീറ്റർ. അതുപോലെ സെന്റിമീറ്റർ അല്ലേ? പിന്നെ കിലോമീറ്റർ അല്ലേ? പിന്നെ മില്ലിമീറ്റർ അല്ലെ? നാനോമീറ്റർ എക്സെട്ര അല്ലെ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തിനാ പറയാ? ലെങ്തിനെ പറയാം. അതൊരു ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാണ്? മാസ് അല്ലെ? മാസ് നമ്മൾ എങ്ങനെ, വെയിറ്റ് ഒക്കെ നമ്മൾ എങ്ങനെ പറയാറ്? നമ്മൾ കടയിലൊക്കെ പോയിട്ട് എങ്ങനെ വെയിറ്റ് പറയാം? കിലോഗ്രാം അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? ഗ്രാം. എത്ര ഗ്രാം ആണെന്ന് പറയില്ലേ അല്ലേ? മില്ലിഗ്രാം കേട്ടിട്ടില്ലേ? മില്ലിഗ്രാം കേട്ടിട്ടില്ലേ? അതുപോലെ പൗണ്ട് അല്ലേ? കിൻഡൽ അല്ലേ? നമ്മൾ ഒരുപാട് ഇതൊക്കെ പറയും കിൻഡൽ. അതുപോലെ ടണ്ണ് അല്ലേ? ടൺ. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മാസിന്റെ യൂണിറ്റുകളാണ് അല്ലേ? മാസിന്റെ യൂണിറ്റുകളാണ്. ഇനി അടുത്ത ഏതാണ്? ടൈം അല്ലേ? ടൈം നമ്മൾ എങ്ങനെയൊക്കെ പറയാറ്? സെക്കൻഡ് അല്ലെ? സെക്കൻഡ് പറയും. അല്ലെങ്കിൽ എന്തില് പറയും? മിനിറ്റിൽ പറയും. അല്ലെങ്കിൽ ഹവറിൽ പറയും അല്ലേ? അല്ലെങ്കിലോ ഈ വീക്ക്, ഇയർ അതൊക്കെ തന്നെയല്ലേ? വർഷം, കാലം എന്നൊക്കെ പറയുന്ന ഒക്കെ സമയത്തിന്റെ കണക്ക് തന്നെയല്ലേ? അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ, നമുക്ക് ഇത്ര പഠിക്കാനുള്ളൂ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ എണ്ണം നമ്മൾ പഠിക്കുന്നില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് അല്ലെ? ലെങ്ത്തിന് ഏതാ പറയാ? മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ. മാസിന് എങ്ങനെ നമ്മൾ പറയും? കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, പൗണ്ട്, ക്വിന്റല് അങ്ങനെ പറയും. ടൈമിന് സെക്കൻഡ്, മിനിറ്റ്, ഹവർ, വീക്ക്, ഇയർ അങ്ങനെയും പറയും. ഓക്കെ അല്ലേ? ജസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ അങ്ങനെ പറയാറില്ലേ? ലെങ്ത്തും മാസും ടൈമും ഒക്കെ ഓക്കെ അല്ലേ? ഇനി യൂണിറ്റുകള് ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്ന ഏതായിരിക്കും? ഇപ്പൊ ഫണ്ടമെന്റൽ പറഞ്ഞ അടുത്ത് ഏതായിരിക്കും പറയാം? അപ്പൊ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെ? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പൊ എന്താ ഡിറൈവ്ഡ് യൂണിറ്റ്സ് പറഞ്ഞ ഒരാൾ പറഞ്ഞു? എന്താ ഡിറൈവ്ഡ് യൂണിറ്റ്സ് പറഞ്ഞാല്? യൂസ്ഡ് ഫോർ മെഷറിംഗ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെ? യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റിംഗാണ് എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലെ? നമ്മൾ പറഞ്ഞ ഒരു ഡിറൈവ് ക്വാണ്ടിറ്റീസ് ആണ് ഏത്? ഫോഴ്സ് അല്ലെ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഒരാൾ പറ. ജൂൺ ആണോ? ന്യൂട്ടൺ കേട്ടിക്കണോ? ന്യൂട്ടൺ അല്ലെങ്കിൽ ഡൈൻ കേട്ടില്ലേ? ഒന്നല്ലേ ന്യൂട്ടൺ അല്ലെങ്കിൽ ഡൈൻ അല്ലെ? അല്ലെങ്കിൽ പോട്ടെ, പവറിന്റെ യൂണിറ്റ് എന്താ?
പവർ എങ്ങനെ പറയാറ്? എത്ര നമ്മളെ പവർ എങ്ങനെ പറയാ? പവർ എങ്ങനെയാടാ പറയാ? എങ്ങനെ? വാട്ട് അല്ലെ? വാട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കിലോ വാട്ട് അല്ലെ? വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പവറിനെ പറയും. ഓക്കെ അല്ലെ? അതുപോലെ സ്പീഡ് കേട്ടിട്ടില്ലേ? സ്പീഡ് എങ്ങനെ പറയാം നമ്മള്? സ്പീഡ് എങ്ങനെ പറയാം? സ്പീഡ് എങ്ങനെ പറയാം? അല്ലെ? എത്ര മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? അങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവർ അങ്ങനെയൊക്കെയാണ് എന്ത് പറയാം? സ്പീഡ് പറയാം അല്ലെ? അപ്പൊ അതാണ് എന്ത്, ഒന്നും നമ്മൾ പറയുന്നില്ല. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഉപയോഗിക്കുന്ന യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതൊന്നുമില്ല, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. എന്താ പറയാ? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതായത് നമ്മളെ യൂണിറ്റുകൾക്കൊക്കെ എന്തുണ്ട്? ഒരു സിസ്റ്റം ഉണ്ട്. അതാ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. അതിൽ ഓൾഡ് സിസ്റ്റം, പഴയ കാലത്ത് നിലനിന്ന കുറച്ച് സിസ്റ്റങ്ങളുണ്ട്. ഏതാണ്? ഓൾഡ് സിസ്റ്റം. അതിലൊന്നാണ്, ഫസ്റ്റ് വൺ ആണെന്ന് പറയുന്നതാണ് എന്ത്? CGS സിസ്റ്റം. CGS സിസ്റ്റം. അതിൽ സെക്കൻഡ് വൺ ആണ് FPS സിസ്റ്റം. അതുപോലെ തേർഡ് വൺ ആണ് MKS സിസ്റ്റം. ഇതാണ് എന്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. നമ്മളുടെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ 3 യൂണിറ്റുകളാണ് CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. ഓക്കെ, ഏതൊക്കെയാണ് പറയാം? FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഏതൊക്കെ? CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. ഏതെല്ലാം ഒന്നുകൂടി പറ. ഓക്കെ. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. ഓക്കെ, ഒന്നുമില്ല. നമ്മൾ പറയുന്ന ഫസ്റ്റ് 3 കാര്യങ്ങളില്ലേ, ഏതൊക്കെ? നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ പറഞ്ഞു നമ്മള്? ഓർമ്മയല്ലേ? ഏതൊക്കെ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ലെങ്ത് അല്ലേ? അതല്ലേ ഫസ്റ്റ് പറഞ്ഞത് അല്ലേ? പിന്നെ ഏതാ പറഞ്ഞത്? മാസ് അല്ലേ? പിന്നെ പറഞ്ഞത് ഏതാ? ടൈം അല്ലേ? അതിന് നോക്കുക, ഈ 3 കാര്യങ്ങൾ നോക്കുക. ലെങ്ത്, മാസ്, ടൈം. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ? ലെങ്ത്, മാസ്, ടൈം. ഓക്കെ അല്ലേ? ഇനി ഓൾഡ് സിസ്റ്റത്തിലെ ഫസ്റ്റ് വണ്ണിലേക്ക് നോക്കുക. എന്താ സിസ്റ്റം? ഏതാ സിസ്റ്റം? CGS സിസ്റ്റം അല്ലേ? CGS സിസ്റ്റം അല്ലേ? CGS സിസ്റ്റം. ഇനി ലെങ്ത്തിലേക്ക് നോക്കുക. ലെങ്ത് കണ്ടില്ലേ? ലെങ്ത് ആണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? C ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യണേ. G വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് മാസ് ആണ്. S എന്താണ്? ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ പറ, C വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ലെങ്ത്തിന്റെ യൂണിറ്റ് ഏതാ? C വെച്ച് തുടങ്ങുന്ന ലെങ്ത്തിന്റെ യൂണിറ്റ് ഏതാടാ? സെന്റിമീറ്റർ അല്ലേ? സെന്റിമീറ്റർ അല്ലേ? കേൾക്കുന്നില്ലേ? G വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന മാസിന്റെ യൂണിറ്റ് ഏതാ? ഗ്രാം അല്ലേ? S വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ടൈമിന്റെ യൂണിറ്റ് ഏതാ? സെക്കൻഡ്. അതാണ് എന്ത്? CGS സിസ്റ്റം. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം. എന്നാ പറ, എന്തായിരിക്കും FPS സിസ്റ്റം? പറ, FPS സിസ്റ്റം എന്തായിരിക്കും? FPS F എന്തായിരിക്കും? അപ്പോ ലെങ്ത് അല്ലേ? ലെങ്ത്. നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നില്ലേ, അടിക്കണക്ക് പറയാറില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത്ര അടി നടക്കാന്നൊക്കെ പറയില്ലേ? ഇല്ലേ? പറയാറില്ലേ?
പറയാറുണ്ടോ? ആ, അത് തന്നെയാണ് എന്ത് പറയുന്നത്, ഫൂട്ട് അല്ലെ, അടി അല്ലേ. പിന്നെ പി, പൗണ്ട് കേട്ടില്ലേ നിങ്ങൾ? പുറത്തെ ആൾക്കാരെ കാൽക്കുലേറ്റ്, പൗണ്ടിൽ കാൽക്കുലേറ്റ് തന്നിട്ടില്ലേ, കണ്ടിട്ടുണ്ടോ? ആ ഓക്കെ. അടുത്ത എന്താണ്, സെക്കൻഡ്. ഓക്കെ, ഫൂട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം ആണ് ഇത് പറയുന്നത്, FPS സിസ്റ്റം. ഓക്കെ, FPS സിസ്റ്റം. എന്നാ പറയാം MKS സിസ്റ്റം എന്തായിരിക്കും? MKS സിസ്റ്റം എന്തായിരിക്കും? ആ അതെ, അങ്ങനെ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം ആണ് ഏത്? MKS സിസ്റ്റം. ഇതാണ് എന്ത്, ഓൾഡ് യൂണിറ്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ ഏതാണ്? CJS സിസ്റ്റം. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടല്ലോ, എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതിയെടുക്കുന്നു. ആ ഓക്കെ. ഫസ്റ്റ് വൺ ഏതാണ്? CGS സിസ്റ്റം അല്ലെ, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. സെക്കൻഡ് വൺ ഏതാണ്? FPS സിസ്റ്റം, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. തേർഡ് വൺ ഏതാണ്? MKS സിസ്റ്റം, മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം. ഓക്കെ ആണോ? മൂന്ന് ഓൾഡ് സിസ്റ്റംസും ഓക്കെ ആണോ? ഓക്കെ ആണോ? മൂന്ന് ഓൾഡ് സിസ്റ്റം ഏതൊക്കെയാ പറഞ്ഞു നമ്മള്? ആ, നമ്മൾ മൂന്ന് കാര്യത്തിനാട്ടോ പറയുന്നത്. ഇതൊക്കെ ക്ലാസിഫൈ ചെയ്യുന്ന ഈ മൂന്ന് കാര്യമാണ്, ലെങ്ത്, മാസ്, ടൈം. ഈ മൂന്ന് കാര്യത്തെ മാറ്റി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ലെങ്ത്തും, കാരണം ഇതല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഏത്? ലെങ്ത്, മാസ്, ടൈം അല്ലേ. അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ദൂരവും വെയിറ്റും സമയമൊക്കെ നമ്മൾ കൂടുതൽ പറയാറ് നമ്മുടെ ജീവിതത്തിൽ. അല്ലാതെ നമ്മൾ ആരെങ്കിലും ലൂമിനസ് ഇന്റൻസിറ്റി ഒക്കെ ഡെയിലി ജീവിതത്തിൽ പറയാറുണ്ടോ? ഉണ്ടോ? ആ, നമ്മൾ മൂന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന മൂന്ന് യൂണിറ്റ് സിസ്റ്റത്തെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ. അതാണ് എന്ത്, ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, അതിൽ സി എന്ന് പറഞ്ഞാൽ CJS സിസ്റ്റം, FPS സിസ്റ്റം, അതുപോലെ എന്ത് പറഞ്ഞു, MKS സിസ്റ്റം. ഇതാണ് എന്ത്, ഓൾഡ് യൂണിറ്റ് സിസ്റ്റം. ഏതൊക്കെ? CJS സിസ്റ്റം, FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നൊരാളെ പറ, ഞാൻ പറഞ്ഞ സജ്മ അല്ലേ, സജ്മ എന്നല്ലേ പേര്? ആ പറ, ഏതൊക്കെയാടാ മൂന്ന് ഓൾഡ് യൂണിറ്റ് സിസ്റ്റം? ആ, CJS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം അല്ലെ. CJS സിസ്റ്റം എന്ന് പറഞ്ഞ എന്താ? ആ, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം അല്ലെ. FPS സിസ്റ്റം എന്ന് പറഞ്ഞാലോ? ആ, ഫൂട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റം അല്ലെ. പിന്നെ നമ്മൾ പറയുന്നത് ഏതാണ്? MKS സിസ്റ്റം. എന്താ FKS സിസ്റ്റം എന്ന് പറഞ്ഞ? ആ, മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം അല്ലെ. ഓക്കെ ഓക്കെ അല്ലേ? ആ, അടുത്ത ആളെന്ന് പറയടാ. അടുത്ത ആളാരാ കേൾക്കുന്നേ? അടുത്ത ആളാ വിവേക്. പറയടാ, ഏതൊക്കെ സിസ്റ്റംസ് ഇല്ലേ? CJS സിസ്റ്റം, FPS സിസ്റ്റം, CJS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം അല്ലേ. എന്താ FPS സിസ്റ്റം എന്ന് പറഞ്ഞ? ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ആ, ഫൂട്ട് പൗണ്ട് അതുപോലെ സെക്കൻഡ് അല്ലേ. ഓക്കെ ഓക്കെ ആണോ? പിന്നെ അടുത്ത ആള് വന്നു, എന്താ പേര് പറഞ്ഞ? മുസിന. മുസിന ഇത് വഴിക്ക് പോയി, ഇപ്പൊ കാണാനല്ലോ. ഉണ്ടോ? കേക്കുന്നുണ്ടോ? എവിടക്കട പോയേ? ഓക്കെ. ഏതൊക്കെ സിസ്റ്റംസ് പറഞ്ഞ നമ്മളെ ഓൾഡ് യൂണിറ്റ് സിസ്റ്റംസ് ഏതൊക്കെ പറഞ്ഞേ? ആ, CJS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. എന്താ CJS സിസ്റ്റം എന്ന് പറഞ്ഞ? സെന്റിമീറ്റർ ഗ്രാം. ഓക്കെ. FPSോ? ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ആ, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. MKSോ? മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ആ, മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം. ഓക്കെ, ഇതാണ് എന്ത്, ഓൾഡ് യൂണിറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞൊക്കെ എന്താണ്, ഓൾഡ് ആണ്. അപ്പൊ ഇനി എന്തുണ്ടാവും? എന്തുണ്ടാവണം? പുതിയ യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ടാവില്ലേ? വേണ്ടേ? ഇല്ലേ, ന്യൂ വേണം. അതിന് പേര് പറയും, ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്റർനാഷണൽ
സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ അതിന് പേര് പറയും SI സിസ്റ്റം, SI സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, അല്ലെങ്കിൽ പേര് പറയുന്നത് SI സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ എന്താ പറയാ SI സിസ്റ്റം അല്ലെ, SI യൂണിറ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഫിസിക്സ് എത്ര കാലം പഠിച്ചാലും ആ കാലത്തൊക്കെയും പറയാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ത്, SI യൂണിറ്റ് സിസ്റ്റം. എന്ത് SI യൂണിറ്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ സൈഡ് ഹെഡിങ് എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതാ SI സിസ്റ്റം എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതാ ഇറ്റ് ഈസ് ദ പ്രസന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. അതായത് നിങ്ങൾക്ക് ഈ സിസ്റ്റം ഇപ്പൊ ഈ FPS-ന്റെയും MKS-ന്റെയും സീരീസിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ലോകത്ത് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, പോയി പറയാൻ പറ്റില്ല. ഓരോ രാജ്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ. പക്ഷേ SI യൂണിറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാജ്യത്ത് എല്ലായിടത്തും എന്താണ്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ് എന്ന് പറയുന്നത് SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്റർനാഷണലി അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരേ ഒരു യൂണിറ്റ് സിസ്റ്റം ആണ് ഏത്, SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രസന്റ് സിസ്റ്റം, ഇപ്പൊ നിലനിൽക്കുന്ന സിസ്റ്റം ആണ് ഓഫ് യൂണിറ്റ്സ്, എന്തിന്റെ, യൂണിറ്റുകളുടെ. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് എന്താണ്, ലോകത്ത് എല്ലായിടത്തും എന്താണ്, അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, അതെന്താണ്, പ്രസന്റ് യൂണിറ്റ് സിസ്റ്റം ആണ് അല്ലെ, പ്രസന്റ് യൂണിറ്റ് സിസ്റ്റം ആണ്, പ്രസന്റ് യൂണിറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, പിന്നെ അടുത്ത പ്രത്യേകത എന്താണ്, അതെങ്ങനെയാണ്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ് ഇത് SI യൂണിറ്റ് സിസ്റ്റം പറയുന്നത്. അപ്പോ SI യൂണിറ്റ് സിസ്റ്റം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ? കേൾക്കുന്നുണ്ടോ? അപ്പൊ in SI there are 7 fundamental units and 2 supplementary units. അതായത് SI യൂണിറ്റ് സിസ്റ്റത്തിലെ in SI യൂണിറ്റ് സിസ്റ്റം, അതായത് SI യൂണിറ്റ് സിസ്റ്റത്തിലെ എന്തൊക്കെയാണ് ഉൾപ്പെടുക, SI യൂണിറ്റ് സിസ്റ്റംസ് there are എത്രണ്ണുണ്ട്, there are 7 fundamental units, there are 7 fundamental units and 2 supplementary units, 2 supplementary units. അപ്പോ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമുക്കറിയാവുന്ന പേരാണ് അല്ലെ. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്തായിരിക്കും, അപ്പോ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്തായിരിക്കും, ഓക്കെ, ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് എഴുതാം. ഫസ്റ്റ് എന്ത് എഴുതാം, ഏതാണോ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന്റെ പേര് എഴുതാം. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണോ അതിന്റെ എന്ത് ചെയ്യാം, പേര് എഴുതാം. പിന്നെ എന്ത് എഴുതാം, യൂണിറ്റ് എഴുതാം. പിന്നെ അതുപോലെ എന്ത് എഴുതും, സിമ്പിളും എഴുതും നമ്മൾ. ഓക്കെ, SI യൂണിറ്റിന്റെ സിമ്പിൾ എഴുതും. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ച ഫസ്റ്റ് വൺ ഏതാണ്, ഫസ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതാണ്, ലെങ്ത് അല്ലേ. ഫസ്റ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താ, ലെങ്ത് അല്ലേ. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്, ഏതാണെന്നറിയോ, മീറ്റർ ആണ്. അപ്പൊ ഏതായിരിക്കും സിമ്പിള്, M. ഓക്കെ, ലെങ്ത്തിന്റെ SI യൂണിറ്റ് ഏതാണ്, അതായത് ഈ മീറ്റർ എന്നുള്ള കണക്ക് നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയിട്ട് പറഞ്ഞാൽ എന്താണ്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. അല്ലാതെ നമ്മൾ പറയണേ ഞാൻ ഇത്ര അടി നടന്നു, ഇത് പോയിട്ട് നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ പോയി പറഞ്ഞാൽ എന്തായിരിക്കും, ഇത്ര അടി നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ മീറ്റർ എവിടെ പോയി പറഞ്ഞാലും മീറ്റർ എന്താണ്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ട് എന്താണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് ഏതാണ്, SI യൂണിറ്റ് ഏതാണ്, മീറ്റർ ആണ്. സിമ്പിൾ ഏതാണ്, M ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതാണ്, നമ്മളത് ഏതാണ്, മാസിന്റെ യൂണിറ്റ് ഏതായിരിക്കും, കിലോഗ്രാം. കിലോഗ്രാം. ഏതാണ് സിമ്പിള്, kg. ഓക്കെ, മാസിന്റെ ഏതായിരിക്കും, കിലോഗ്രാം. ഓക്കെ അല്ലേ.
ഓക്കെ അല്ലേ? നമ്മുടെ പണ്ടിലെ ആൾക്കാരെ കേട്ടില്ലേ, നിങ്ങൾ എത്ര നായി അരി എന്നാ പറയാ അല്ലെ? അതൊരു കിലോത്തിന്റെ കണക്കാണ്, എത്ര നായി എന്നാ പറയാ. ഈ നായി കണക്ക് നമ്മൾ പോയിട്ട് വല്ല ജർമ്മനിയിലോ യൂറോപ്പിലൊക്കെ പോയി പറയാൻ പറ്റുമോ? പക്ഷെ അവിടെ എന്ത് പറയാം, നമുക്ക് കിലോഗ്രാമിനെ പറ്റി പറയാം. കാരണം കിലോഗ്രാം എന്താണ്, SI യൂണിറ്റ് സിസ്റ്റം ആണ്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നത് ഏതാണ്, നമ്മൾ തേർഡ് വൺ. ഏത് യൂണിറ്റ്? തേർഡ് വൺ ഏതാ? ഏതാ പറ? ടൈം അല്ലേ? തേർഡ് വൺ ഏതാണ്? ടൈം. ടൈം ഏതായിരിക്കും? സെക്കൻഡ്. ടൈമിന്റെ ഏതായിരിക്കും? സെക്കൻഡ്. ഏത് ലെറ്റർ വെച്ചിട്ട് ഉപയോഗിക്കല്? എസ്. ഓക്കെ, ടൈം ഏതാണ്? സെക്കൻഡ് ആണ്. ഏത് ലെറ്റർ ഉപയോഗിക്കല്? എസ് ആണ്. അടുത്ത വൺ, ഫോർത്ത് വൺ. ഓക്കെ, ഫോർത്ത് വൺ ഏതായിരിക്കും? ഏതായിരിക്കും? അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് ഏതായിരിക്കും? ഇലക്ട്രിക് കറന്റ് നമ്മൾ എങ്ങനെ, കറന്റ് നമ്മൾ എങ്ങനെ പറയല്? ആംപെയർ. യാ, ആംപെയർ. ഏത് ലെറ്റർ ഉപയോഗിക്കല്? എ അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ എ. അടുത്ത യൂണിറ്റ് നമ്മൾ പഠിച്ച ഏതാ? ക്വാണ്ടിറ്റി ഏതാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ അല്ലേ? അല്ലേ, ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ എങ്ങനെ? കെൽവിൻ. യാ, കെൽവിൻ. കെൽവിൻ ഏതാ? കെ. ഓക്കെ അല്ലേ? അടുത്തത് ആറാമത്തെ നമ്മൾ പഠിക്കുന്ന ഏതാ? ലുമിനസ് ഇന്റൻസിറ്റി. യാ, ലുമിനസ് ഇന്റൻസിറ്റി. ലുമിനസ് ഇന്റൻസിറ്റി ഏതാണ്? കാൻഡല. കാൻഡല. ഓക്കെ, CD. ഏത് ലെറ്റർ ആണ്? CD. ട്ടോ, CD. സെവൻത്ത് വൺ നമ്മൾ ഏതാ പഠിക്കുന്നേ? ഏതാണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഏതാണ്? മോൾ അല്ലെ? മോൾ. എന്തേലും MOL. അപ്പൊ ഇതാണ് എന്ത് നമ്മൾ പഠിക്കുന്ന 7 ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന 7 ഫണ്ടമെന്റൽ ബേസിക് യൂണിറ്റ്സ് ആണ് എന്ത് ഇപ്പൊ പറഞ്ഞത്. ലെങ്ത്തിന്റെ യൂണിറ്റ് ഏതാ? SI യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ഏത് സിമ്പിൾ ആണ്? M എന്നുള്ള സിമ്പിൾ ആണ്. മാസിന്റെ ഏതാണ്? കിലോഗ്രാം ആണ്. സിമ്പിൾ ഏതാണ്? kg എന്നുള്ള സിമ്പിൾ ആണ്. ടൈമിന്റെ ഏതാണ്? സെക്കൻഡ് ആണ്. ഏതാണ്? S എന്നുള്ള ലെറ്റർ ആണ്. ഇലക്ട്രിക് കറന്റ് ഏതാണ്? ആംപെയർ ആണ്. A എന്നുള്ള ലെറ്റർ വെച്ച് ഉപയോഗിക്കുന്നു. ടെമ്പറേച്ചർ ഏതാണ്? കെൽവിൻ ആണ്. K എന്നുള്ള ലെറ്റർ. ലുമിനസ് ഇന്റൻസിറ്റി കാൻഡല. CD. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള് MOL. ഇതാണ് എന്ത് 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതിന്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? സ്കൂളിൽ നിന്ന് ഉണ്ടോ? ബാക്കി ഗേൾസിന്റെ കയ്യിലൊക്കെ ഉണ്ടോ? നോട്ട് ഉണ്ടോ? നോട്ട് കയ്യിലുണ്ടോ? നോട്ട് കയ്യിലുണ്ടോ? ഇല്ലേ? ഓക്കെ, അപ്പൊ നോട്ട് കയ്യിലില്ലാത്തവർ എന്ത് ചെയ്യാ? നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? അതെ, എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ? അല്ല, നിങ്ങൾ ഉണ്ടായാൽ മതി. അപ്പൊ എന്ത് ചെയ്യാ? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇല്ലാത്തവർ എന്ത് ചെയ്യാ? യൂണിറ്റ് ഇത് എഴുതിയെടുക്കുക. SI യൂണിറ്റ് സിസ്റ്റം there are 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്. എന്നിട്ട് ബോക്സ് ആയിട്ട് എഴുതിയെടുക്കുക. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, ലുമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. നിങ്ങൾ എഴുതുമ്പോൾ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. എടാ, സ്പീഡ് കൂടുന്നുണ്ടോ? എഴുതുന്നവർക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? ഒന്ന് പറയണം കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു പോകും, നിങ്ങൾ പറഞ്ഞാലേ ഇതേ പറ്റുള്ളൂ. ഇതാണ് എന്ത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു 2 സപ്ലിമെന്ററി യൂണിറ്റ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? 2 സപ്ലിമെന്ററി യൂണിറ്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ? അതേതൊക്കെ നമുക്ക് നോക്കണ്ടേ? അതിലൊന്ന് പറയുന്നത് ഏതാണ്? പ്ലെയിൻ ആംഗിൾ ആണ്. ഏതാണ്? പ്ലെയിൻ ആംഗിൾ. രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏതാണ്? സോളിഡ് ആംഗിൾ ആണ്.
സോളിഡ് ആംഗിളും അതുപോലെ പ്ലെയിൻ ആംഗിളും. അതിൽ പ്ലെയിൻ ആംഗിളിന്റെ വരുന്നത് യൂണിറ്റ് വരുന്നത് പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് വരുന്നത് റാഡിയൻ എന്നുള്ള യൂണിറ്റ് ആണ്. അതിന്റെ വരുന്നത് റാഡ് എന്നുള്ളതാണ്. വരുന്നത് റാഡ് എന്നുള്ളതാണ്. സോളിഡ് ആംഗിളിന്റെ വരുന്നത് സ്റ്റെറേഡിയൻ എന്നുള്ള യൂണിറ്റ്. അതങ്ങനെ ചോദിച്ചു കണ്ടില്ല എന്നാൽ ജസ്റ്റ് മനസ്സിലാക്കുക. സ്റ്റെറേഡിയൻ എന്നുള്ളതാണ് SR എന്നുള്ള ലെറ്റർ ആണ്. ഇതാണ് എന്ത് രണ്ട് SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് എന്ത് SI യൂണിറ്റ് സിസ്റ്റം ഉണ്ടാക്കിയത്. 7 ബേസിക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും. ഇത് ടോട്ടൽ ആണ് എന്ത് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏതെല്ലാം പറയുന്നത് 7 ഫണ്ടമെന്റൽ യൂണിറ്റും അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഒന്ന് നോർത്ത് എഴുതുന്നവരൊന്ന് ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ എവിടുന്നേലും കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. ഏതെങ്കിലും ഭാഗത്ത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കും. നമ്മൾ പറഞ്ഞ എന്താണ് SI യൂണിറ്റ് സിസ്റ്റത്തിനെ പറ്റിയാണല്ലേ. SI യൂണിറ്റ് സിസ്റ്റം അല്ലേ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ എന്താണ്? ദ യൂണിറ്റ്സ് പ്രസന്റ് യൂണിറ്റ് സിസ്റ്റം ഇന്റർനാഷണലി അക്സെപ്റ്റഡ് അല്ലേ. അതിലെന്തുണ്ട് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, അതുപോലെ പ്രസന്റ് യൂണിറ്റ് സിസ്റ്റം ആണ് അല്ലേ. അതിലെന്തുണ്ട് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റുകളാണ് അതിലുള്ളത്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും പറഞ്ഞു, അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും പറഞ്ഞു. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. എന്നാ ഓരോരുത്തർ പറ. ഫസ്റ്റ് അയാൾ ആരാ? അയാളെ പേര് പറഞ്ഞ എന്താണ്? ശ്രീറാമോ? ശ്രീറാം അല്ലേ പേര് പറഞ്ഞേ? ശ്രീറാം പറ. ലെങ്ത് അല്ലേ, ലെങ്ത് അല്ലേ. ലെങ്ത്തിന്റെ MKS യൂണിറ്റ് എന്താ? MKS യൂണിറ്റ് സിസ്റ്റത്തിൽ ലെങ്ത് എന്തിനും അറിയില്ല അറിയപ്പെടാ. MKS ലെ മീറ്റർ അല്ലേ. MKS ഏതാണ്? മീറ്റർ അല്ലേ. അല്ലേ MKS സിസ്റ്റത്തില് മീറ്ററിൽ അറിയപ്പെടുക അല്ലേ. ഓക്കെ അല്ലേ. FPS ലോ? അവൻ പറയട്ടാ. ഫൂട്ടില്ലേ. FPS സിസ്റ്റത്തിൽ ഏത് പറയും? ഫൂട്ട് എന്ന് പറയും അല്ലേ. ഓക്കെ. ഇനി നമ്മുടെ SI യൂണിറ്റ് സിസ്റ്റത്തിലോ? SI യൂണിറ്റ് സിസ്റ്റത്തില് ഇത് ഒന്നും വേണ്ട കേട്ടോ ആരും. SI യൂണിറ്റ് സിസ്റ്റത്തിൽ എന്താ? SI യൂണിറ്റ് സിസ്റ്റത്തിലോ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ഓക്കെ, മീറ്റർ. ഓക്കെ, ഇതൊന്നും വേണ്ട. അടുത്ത ആൾ ആരാണ്? ആരാ പറഞ്ഞേ? വിവേകാണ് ഇപ്പൊ പറഞ്ഞേ. വിവേകാണോ പറഞ്ഞേ? എന്നാ മാസ് അടുത്ത ആള് പറയടാ. ആരാണ്? മുഹസിന അല്ല പേര് പറഞ്ഞേ? അല്ല പേര് പറഞ്ഞേ. പറ. മാസിന്റെ യൂണിറ്റ് എന്താടാ? FPS ല് മാസിന്റെ യൂണിറ്റ് FPS ഏതാണ്? പൗണ്ട് അല്ലേ. ഏതിലെ? FPS ഏതാണ്? പൗണ്ട് അല്ലേ. അല്ലേ. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? ലൂമിനസ് കാൻഡിൽ. ഏത് ലെറ്റർ വെച്ചിട്ട് നമ്മള് പറയല്ലേ? CD അല്ലേ. CD. ഓക്കെ ഓക്കെ അല്ലേ. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്താ? SI യൂണിറ്റ് എന്താ? ഇലക്ട്രിക് കറന്റിന്റെ എന്ത്? ആംപിയർ അല്ലേ. ഏത് ലെറ്റർ? A അല്ലേ. ഓക്കെ. പിന്നെ ലെങ്ത്തിന്റെ യൂണിറ്റ് ഏതാ SI യൂണിറ്റ് സിസ്റ്റത്തില്? ഓക്കെ, മീറ്റർ. ഏത് ലെറ്റർ? M. ഓക്കെ. അടുത്ത ആള് എന്താ പേര്? സജിമ അല്ലേ. അല്ല പേര് പറഞ്ഞേ? പറയടാ. എന്താണ് FPS ലെങ്ത്തിന്റെ യൂണിറ്റ്? FPS ഫൂട്ട് അല്ലേ. ഫൂട്ട്. ഓക്കെ. പിന്നെ അടുത്ത ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താ?
കെൽവിൻ അല്ലേ? ഏത് ലെറ്റർ ഉപയോഗിക്കല്? കെ അല്ലേ? ഓക്കെ. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ എങ്ങനെ പറയാറ് SI യൂണിറ്റില്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എങ്ങനെ പറയാ? മോള് അല്ലേ? മോള് അല്ലേ? ഏതാണ്? മോള് തന്നെ എഴുതുക അല്ലേ? പിന്നെ ഏതൊക്കെ നമ്മൾ ഓൾഡ് യൂണിറ്റ് സിസ്റ്റം? ഓൾഡ് യൂണിറ്റ് സിസ്റ്റം ഏതൊക്കെ? CGS, FPS, MKS അല്ലേ? പിന്നെ പുതിയത് ഏതാണ്? എന്റെ പേര് പറയാലേ? അത് പ്രസന്റ് സിസ്റ്റം ഏതാ? ഇപ്പൊ നിലവിലുള്ള സിസ്റ്റം ഏതാണ്? ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ്. എന്താ നമ്മൾ ഒരു എന്താ നൽകിയത്? ഷോർട്ട് നെയിം എഴുതിയില്ലേ? SI സിസ്റ്റം അല്ലേ? SI സിസ്റ്റം. ഓക്കെ. അടുത്ത ആള് ആരാണ്? നമ്മൾ ശ്രീറാം. എന്താണ് SI സിസ്റ്റം എന്ന് പറഞ്ഞത്? എന്താ അതിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞേ? ശ്രീറാം കേൾക്കുന്നുണ്ടോ? എന്താണ് SI സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞേ? ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ് ഏത് പറയുന്നത്? SI യൂണിറ്റ് സിസ്റ്റം. ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ് ഏത് പറയുന്നത്? SI യൂണിറ്റ്. അത് പ്രസന്റ് സിസ്റ്റം കൂടിയാണ് അല്ലേ? പ്രസന്റ് സിസ്റ്റം ആണ്. അതുപോലെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയ സിസ്റ്റം കൂടിയാണ് ഏത്? SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയുള്ള യൂണിറ്റ് സിസ്റ്റം കൂടിയാണ് ഏത് പറയുന്നത്? SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നും മറിച്ചു നോക്കി വായിച്ചു നോക്കി. നമ്മൾ പുതിയൊരു കാര്യം പറയാൻ നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും നോട്ട് എഴുതിയോ? ആ നോട്ട് എഴുതുന്നവർ ആരാണ്? ഒരു നോട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രശ്നമില്ലല്ലോ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്നുമില്ല, ചെറിയൊരു കാര്യമാണ്. മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസിന്റെ ടോപ്പിക്കാണ്. സിമ്പിൾ ആണ്, നമ്മൾ കേട്ട കാര്യം തന്നെയാണ്. മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. ഒന്നുമില്ല, നമ്മൾ പറയുന്ന അതേ കാര്യമാണ്. Magnitudes of extremely large and small quantities are expressed by using prefix to the units. നമുക്കറിയാം 1000 ഗ്രാം കേട്ടിട്ടില്ലേ? 1000 ഗ്രാം കേട്ടോ? 1000 ഗ്രാം എന്തിന് ഈക്വലാ? ഒരാൾ പറ, 1000 ഗ്രാമിന് എന്തിന് ഈക്വലാ? എന്തിന് ഈക്വലാ? 1 കിലോഗ്രാമിന് ഈക്വൽ ആണ് അല്ലെ? 1000 ഗ്രാം എന്തിന് ഈക്വൽ ആണ്? 1 കിലോഗ്രാമിന് ഈക്വൽ ആണ്. 1000 ഗ്രാം 1 കിലോഗ്രാമിന് ഈക്വൽ ആണ്. അതായത് 1000 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 10 into 10 into 10 ഇങ്ങനെ എഴുതിക്കൂടെ? കേൾക്കുന്നുണ്ടോ? ഗ്രാം എന്തിനാണ്? 1 കിലോഗ്രാമിന് ഈക്വൽ ആണ്. ഈ 10 into 10 into 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ക്യൂബ് അല്ലേ? അപ്പൊ 10 ക്യൂബ് ഗ്രാം എന്താണ്? 1 കിലോഗ്രാം ആണ് അല്ലേ? അപ്പൊ കിലോ എന്ന് പറഞ്ഞ എന്താണ്? കിലോ K എന്ന് പറഞ്ഞ എന്താ?
10⁻³ gram ആണ്. അല്ലേ? 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 അല്ലടോ, കേൾക്കുന്നില്ലേ? അതായത് നമ്മളൊരു കടയിൽ പോയിട്ട് 1000 gram എന്ന് പറഞ്ഞാലും 10⁻³ gram എന്ന് പറഞ്ഞാലും 1 കിലോ എന്ന് പറഞ്ഞാലൊക്കെ എന്തെന്നെ നമുക്ക് കിട്ടുക? ഒരേ ക്വാണ്ടിറ്റി തന്നെയല്ലേ കിട്ടുക? അതേ പറയുന്നു. ഈ 10⁻³ gram എന്ന് എഴുതാം. 1 കിലോത്തിന് എന്ത് എഴുതാം? 10⁻³ gram എന്ന് എഴുതാം. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാമൊക്കെ മാറ്റാൻ അറിയില്ല. ഇനി അറിയോ? അതായത് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻³ gram ആണ്. അതുപോലെ നമുക്ക് ഇത് എഴുതിക്കൂടെ? സെന്റിമീറ്റർ എഴുതിക്കൂടെ? 100 സെന്റിമീറ്റർ ആണ് എന്ത്? 100 സെന്റിമീറ്റർ ആണ് എന്ത്? 1 മീറ്റർ. 100 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 10 × 10 എഴുതിക്കൂടെ? അതാണ് എന്ത്? ഒരു മീറ്റർ അല്ലേ? അതായത് 10 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 1 മീറ്റർ. അപ്പോ സെന്റി എന്ന് പറഞ്ഞ എന്താ? സി എന്ന് പറഞ്ഞ എന്താണ്? 10⁻² മീറ്റർ ആണ്. അല്ലേ? അതായത് ഒന്നുമില്ല, 10⁻² സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ ആണ്. അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് നേരെ താഴേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്താവും? സോറി, ഇവിടെ ഇല്ല കേട്ടോ. 1/10⁻² മീറ്റർ എന്നാവും. ഈ -2 മുകളിലേക്ക് വരുമ്പോൾ എന്താവും? സോറി, ഇവിടെ ഇല്ല. എന്താവും? 10⁻² മീറ്റർ എന്നാവും. മനസ്സിലായോ? അപ്പൊ 1 സെന്റിമീറ്റർ എത്ര മീറ്ററാ? 1 സെന്റിമീറ്റർ എത്ര മീറ്ററാ? പറ. 10⁻² -2 മീറ്റർ. 1 സെന്റിമീറ്റർ എത്ര മീറ്ററാ? 10⁻² മീറ്റർ ആണ്. അല്ലേ? 1 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണ്? ഇനി മറക്കുവോ? വീണ്ടും 1 സെന്റിമീറ്റർ എത്ര മീറ്ററാ? 1/100. ഇതിവിടെ ഇല്ല. സോറി, അത് എഴുതാം. ഇതില്ല കേട്ടോ. ഇവിടെ 10⁻10 സ്ക്വയർ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ സെന്റി എന്ന് പറഞ്ഞ എന്താണ്? 10⁻² മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ പറ 10 mm അല്ലേ? അത് പോട്ടെ. ഇതിപ്പോ രണ്ടും ഓക്കെ ആയോ? 1000 gram എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറഞ്ഞേ? കിലോ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ? 10⁻³ അല്ലേ? 10⁻³ സെന്റി എന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ? 10⁻². അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോ എന്താവും? ഇതാവും. ഓക്കെ, ഉണ്ടാക്കും. 10⁻² ആയി. ഓക്കെ, എന്നാ മില്ലി കേട്ടിട്ടുണ്ടോ? മില്ലി കേട്ടിട്ടുണ്ടോ? മില്ലി എത്രയെന്നറിയോ നിങ്ങൾക്ക്? 10⁻³ ആണ്. ഓക്കെ. അപ്പോ 1 കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ gram ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. 1 മില്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻³ മീറ്റർ ആണ്. ഓക്കെ, ഇതിന് മെയിൻ ഇത് രണ്ടും, കിലോഗ്രാമും സെന്റിയും. ഓക്കെ ആണോ? കാരണം നമുക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. 1000 gram അല്ലേ 1 കിലോഗ്രാം എന്ന് പറയുന്നേ? അല്ലേ? കട്ടാകുന്നുണ്ടോ? ഓക്കെ, എന്നാൽ താഴെ എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം?
എന്ന് പറയാം. 3 സെന്റിമീറ്റർ എന്ത് ചെയ്യാം, മീറ്ററിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റുക? ഫസ്റ്റ് എന്ത് ചെയ്യാ, 3 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാ, സെന്റിമീറ്ററിനെ എങ്ങനെ മീറ്റർ മാറ്റുക? എത്ര സെന്റിമീറ്റർ ഒരു മീറ്റർ? പറയടാ, എത്ര സെന്റിമീറ്റർ ഒരു മീറ്റർ? 10⁻². അത് എഴുതാം. 10⁻². ഇതാണ് എന്ത്, ഇതിന്റെ ആൻസർ. എഴുതിയോ? എന്നാ അടുത്ത ആൾ ഇത് മാറ്റ്. 4 കിലോഗ്രാമിനെ എന്തൊക്കെ മാറ്റുക, ഗ്രാമിലേക്ക് മാറ്റുക. ഒന്ന് മാറ്റുക, എന്നിട്ട് ആൻസർ പറ. മാറ്റിയോ? 4 × 10⁻². 4 × 10⁻³ ഗ്രാം. ഓക്കെ, ശരിയാക്കിയോ എല്ലാരും? -3 അങ്ങനെ -3 വരാം. 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാടാ? 4000 ഗ്രാം അല്ല. 4 കിലോ എന്ന് പറഞ്ഞാൽ 4000 ഗ്രാം അല്ലേ? ശരിയാക്കിയോ എല്ലാരും? ശരിയാക്കിയോ? ഓക്കെ, എന്നാ അടുത്ത് ചെയ്ത് നോക്കൂ. ഇത് ചെയ്ത് നോക്കൂ. അടുത്ത് 12 സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൗ മെനി മീറ്റർ സ്ക്വയർ? ശ്രദ്ധിക്കുക, സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എങ്ങനെ ചെയ്യാം? ചെയ്തോ? എങ്ങനെ ചെയ്യാം? 12 × 10⁻² മീറ്റർ സ്ക്വയർ. ഓക്കെ, കറക്റ്റ് ആൻസർ. 12 × 10⁻² മീറ്റർ സ്ക്വയർ. അടുത്തത് 4.5 മീറ്റർ ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ? മീറ്ററിനെ സെന്റിമീറ്റർ കട മാറ്റണ്ടേ? മീറ്ററിനെ എന്ത് ചെയ്യാ, സെന്റിമീറ്ററിലേക്ക് മാറ്റുക. മാറ്റിയോ? മാറ്റിയോ? 4.5 × 10⁻². 4.5 × 10⁻². എടാ, മീറ്ററിനെ സെന്റിമീറ്റർക്ക് മാറ്റാനാ. 4.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? അവിടെ ഗേൾസിന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? 4.5 × 10⁻² സെന്റിമീറ്റർ. ഓക്കെ, ശരിയാക്കണ്ടോ? ഓക്കെ. പിന്നെ പറയുന്നത് 4.2 സെന്റിമീറ്റർ. 4.2 സെന്റിമീറ്റർ എത്ര കിലോമീറ്റർ ആയിരിക്കും? 4.2 സെന്റിമീറ്റർ എത്ര കിലോമീറ്റർ ആയിരിക്കും?
into 10 raised to minus 5 ആണ്. എങ്ങനെ 4.2 ഇൻറ്റു, അതായത് ആദ്യം എന്തിനു ചെയ്യണം, സെന്റിമീറ്ററിന് എന്ത് ചെയ്യാ, എത്ര സെന്റിമീറ്റർ ഒരു കിലോമീറ്റർ, എത്ര സെന്റിമീറ്റർ ഒരു കിലോമീറ്റർ, പറ എത്ര സെന്റിമീറ്റർ ഒരു കിലോമീറ്റർ, കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? എത്ര കിലോമീറ്റർ ഒരു സെന്റിമീറ്റർ, അല്ല എത്ര സെന്റിമീറ്റർ ഒരു കിലോമീറ്റർ, കേൾക്കുന്നില്ല നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴോ? എത്ര സെന്റിമീറ്റർ ആണ്, എത്ര സെന്റിമീറ്റർ ആണ് ഒരു കിലോമീറ്റർ, എത്ര മീറ്റർ ഒരു കിലോമീറ്റർ, എത്ര മീറ്റർ ആണ് ഒരു കിലോമീറ്റർ, 1000 മീറ്റർ ആണ് എന്ത് പറയുന്നത്, 1000 മീറ്റർ ആണ് എന്ത്, 1000 മീറ്റർ ആണ് എന്ത് ഒരു കിലോമീറ്റർ, അല്ലേ അല്ലേ? അപ്പൊ 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ഉണ്ടാവും, 100 മീറ്റർ അല്ലേ ഒരു സെന്റിമീറ്റർ, അല്ലേ? അപ്പൊ എന്താവും, 1000 ഇൻറ്റു 10 സ്ക്വയർ സെന്റിമീറ്റർ എന്നാവും, അല്ലേ? എത്രയായി, വീണ്ടും 2 0, 1 2 3 4 5 ഈക്വൽ ടു 1 കിലോമീറ്റർ, അത് എത്രയായി, 3 2 5, അപ്പൊ എന്താവും, 5 0 കൊണ്ടാവും. അപ്പൊ സെന്റിമീറ്റർ എങ്ങനെ എഴുതുക, 4.2 ഇൻറ്റു 10⁻⁵ കിലോമീറ്റർ ആണ് എന്ത്, 10⁻⁻5 കിലോമീറ്റർ. ഓക്കെ, 4.2 ഇൻറ്റു 10⁻⁻5 കിലോമീറ്റർ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? 1000 10000 1,00,000 അല്ലേ? 1,00,000 അല്ലേ? അതായത് സെന്റിമീറ്ററിനെ ശ്രദ്ധിക്കട്ടോ, സെന്റിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 10⁻⁻5 ചെയ്താൽ മതി. എന്തിന്, കിലോമീറ്റർക്ക് മാറ്റാൻ. അപ്പൊ ഇനി ഏത് സെന്റിമീറ്റർ തന്നാലും എത്ര ആയിക്കോട്ടെ, അതിനെ എങ്ങനെ മാറ്റാം, ഏതാണോ സംഖ്യ അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യുക, 10⁻⁻5 എന്ന് എഴുതിയാൽ മതി. എന്തിലേക്ക് മാറും, കിലോമീറ്റർക്ക് മാറും. മീറ്റർക്ക് മാറും എന്താ, 10⁻⁻2. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്നാ മാറ്റൂ. 12 സെന്റിമീറ്റർ, 12 സെന്റിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റൂ. 12 സെന്റിമീറ്ററിനെ 12 സെന്റിമീറ്ററിനെ ഇതിലേക്ക് മാറ്റൂ, കിലോമീറ്ററിലേക്ക് മാറ്റാം. മാറ്റിയോ? 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 എത്ര കിട്ടിയേ? 12 ഇൻറ്റു 10⁻⁻5. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? അതെ അതെ. ഓക്കെ ആണോ? ഓക്കെ, എന്നാ അടുത്ത ഒരു ചോദ്യം. 6 കിലോഗ്രാം മീറ്റർ സ്ക്വയറിനെ ഗ്രാം സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് ഒന്ന് മാറ്റും.
എങ്ങനെ മാറ്റാം? 6 കിലോഗ്രാം. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം എന്ത് ചെയ്യുക, 6 എന്നുള്ള എഴുതാം. പിന്നെ എന്ത്, കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം. എത്ര കിലോഗ്രാമാ ഒരു ഗ്രാം? കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് നേരത്തെ എഴുതി. എത്ര ഗ്രാമാ? 10⁻². എടാ എത്ര ഗ്രാം? 10⁻3. എത്ര ഗ്രാം ഒരു കിലോഗ്രാം? 10⁻3 ഇൻറ്റു. ഇനി എത്ര മീറ്റർ ഒരു സെന്റിമീറ്റർ? എത്ര മീറ്റർ ഒരു സെന്റിമീറ്റർ? പറ. 10⁻². എത്ര മീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ? -2. വെറും 2 അല്ലേ? 100 മീറ്റർ അല്ലേ ഒരു സെന്റിമീറ്റർ? അല്ലേ? ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ എന്നാവും. അപ്പൊ എന്താ ആൻസർ എന്ത് വരിക? 6 ഇൻറ്റു ഇത് രണ്ടും ആഡ് ചെയ്യാം. നിങ്ങൾ തന്ന എന്ത് ചെയ്യാന്ന് അറിയോ? മുകളിലത്തെ 3ഉം 2ഉം ഇല്ലേ, ആഡ് ചെയ്യാം. ശ്രദ്ധിക്കട്ടോ, ഇങ്ങനെ a⁻m ഇൻറ്റു a⁻n തന്നാൽ എന്ത് ചെയ്യാം? a⁻m+n എന്നാണ്. മുകളിൽ തമ്മിൽ കണ്ടാണ് എന്ത് ചെയ്യാ? ആഡ് ചെയ്യാന്ന് അതിന് മീനിങ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? 6 ഇൻറ്റു 10⁻5 സെന്റിമീറ്റർ സ്ക്വയർ എന്നാവും. ഓക്കെ 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 ആണോ? ഓക്കെ ആണോ? എന്നിട്ടൊന്ന് മാറ്റൂ. 6 കിലോഗ്രാം മീറ്റർ 6 കിലോഗ്രാം മീറ്ററിനെ എന്തിലേക്ക് മാറ്റാം? 6 കിലോഗ്രാം മീറ്ററിനെ ബൈ ഗ്രാം സെന്റിമീറ്ററിലേക്ക് മാറ്റാം. പെട്ടെന്ന് മാറ്റാം. എത്ര? 6 ഇൻറ്റു 10⁻². 6ന്റെ മുകളിൽ തന്നെ 6 ഇൻറ്റു 10⁻5 എന്ത് വരും? ഓക്കെ. ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും?
ഓക്കെ ആണോ? ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും അപ്പൊ എന്താ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ യൂണിറ്റ് സിസ്റ്റവും ചേഞ്ചിങ് ഒക്കെ പറ്റി അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ആ, മനസ്സിലാകുന്നുണ്ടോ? അത് അതിനെ പറ്റി അറിയുന്ന ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളെന്ന് ജസ്റ്റ് നമുക്ക് എന്താ പറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യം കൂടി പറയണ്ട. നിങ്ങൾ ഈ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ടോ? ഉദാഹരണം 18 കിലോമീറ്റർ പെർ ഹവർ എന്ന് ശ്രദ്ധിക്കട്ടോ. 18 കിലോമീറ്റർ പെർ ഹവറിന് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചേഞ്ച് ചെയ്യണം. 18 കിലോമീറ്റർ പെർ ഹവറിന് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ആർക്കെങ്കിലും അറിയാം എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന്? അറിയോ? അറിയോ? കിലോമീറ്റർ പെർ ഹവറിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നറിയോ? ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടോ? ഡിവൈഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 18 കിലോമീറ്റർ. ഒന്നുമില്ല, ഒന്നും ചെയ്യണ്ട. 18 ഇൻറ്റു എന്ത് ചെയ്യാം? 18 ഇൻറ്റു എന്ത് ചെയ്യാം? 5/180. സോറി, 5/18. ഒന്നുമില്ല, എന്താ 18/5/18 ചെയ്യാം. എന്താ ചെയ്യണ്ടേ? 18 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, 18 ഇൻറ്റു 5/18 സെക്കൻഡ് ആയിരിക്കും. അത് ചെയ്ത് എന്താ വരിക? എന്ത് വരിക? 18 എന്തോ കട്ട് ചെയ്ത് പോകും. അപ്പൊ എന്ത് വരും? 5 മീറ്റർ പെർ സെക്കൻഡ്. എന്ത് വരും? 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അടുത്ത ആൾക്കാർ ഒന്ന് ചെയ്യും. 36 കിലോമീറ്റർ പെർ ഹവർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. എത്ര വരും നോക്കൂ? 36 കിലോമീറ്റർ പെർ ഹവറിന് പെട്ടെന്ന് പറ, ആൻസർ പറ. കിട്ടിയോ? ഇങ്ങനെ തന്നെ. അതെ അതെ തന്നെ. 5/18 ഇൻറ്റു ചെയ്യാം. കിട്ടിയോ? 5 തന്നെയാണ് കിട്ടോ? നോക്കി നോക്ക്. 36 കിലോമീറ്റർ പെർ ഹവർ. അവിടെ ഗേൾസ് ചെയ്തോ? മുസിന ചെയ്തോ? ഇൻറ്റു ചെയ്യാം. 10 ആൻസർ കേട്ടോ. 10 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ എങ്ങനെ ചെയ്യാം? മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ എന്തുവരും? 36 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് ഇത് വരും. ഇത് രണ്ടും എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോകും. അപ്പൊ 2 ഇൻറ്റു 5 ഈക്വൽ ടു എന്താന്ന് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. കിട്ടിയോ? 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 ഓക്കെ. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ. നമ്മളിത് മാറ്റിയില്ലേ? 6 കിലോഗ്രാം മീറ്റർ സ്ക്വയറിനെ മാറ്റിയില്ലേ? അതൊരു കാര്യം ശ്രദ്ധിക്കുക. ബൈ ഗ്രാം സെന്റിമീറ്റർ സ്ക്വയറിലാണ്, മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 10 സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും കേട്ടോ. കാരണം ഒരു സ്ക്വയർ ഇല്ല രണ്ടിന്റെയും പുറത്ത്. അപ്പൊ ഇവിടെ എന്ത് വരും? 4 വരും.
അല്ലേ? അപ്പൊ എന്ത് വരിക? 10⁴ + 3 വരിക. 10 ഇങ്ങനെ വരിക, 6 × 10³ × 10⁴ cm² വരിക. ഇവിടെ എന്താ വരിക? 7 ആൻസർ വരിക കേട്ടോ. 6 × 10⁷ cm² വരിക. ചേഞ്ച് ചെയ്യാം. 6 × 10⁷ cm² വരിക. ഓക്കെ അല്ലേ? ചേഞ്ച് ചെയ്തില്ലേ? ചെയ്തില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒന്ന് എടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് വന്ന് ജസ്റ്റ് കവർ ചെയ്ത് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങളൊന്ന് പറഞ്ഞതെന്ന് ഓർത്ത് നോക്കി. ജസ്റ്റ് നമ്മൾ പറഞ്ഞൊക്കെ ഫസ്റ്റ് മുതലൊന്ന് നോക്കി നോക്കൂ, ഓർത്ത് നോക്കൂ. ഫസ്റ്റ് പറഞ്ഞ എന്താ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ കാര്യം പറഞ്ഞു. ക്വാണ്ടിറ്റീസ് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞ എന്താണ്? അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞ്. അതിൽ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തായാലും മാറ്റിയിട്ടുണ്ട്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ 7 ബേസിക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ ഡിസ്കസ് ചെയ്തു. യൂണിറ്റ്സ് പറഞ്ഞു, ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ പറഞ്ഞു, ഡിറൈവ്ഡ് യൂണിറ്റ്സ് പറഞ്ഞു, അല്ലെ? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറഞ്ഞു, ഓൾഡ് സിസ്റ്റംസിനെ പറ്റി പറഞ്ഞു, CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു, അല്ലെ? ഓക്കെ അല്ലേ? പിന്നെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് SI യൂണിറ്റ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. അത് ഏതൊക്കെയാണ്? 7 SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു. 2 സപ്ലിമെന്ററി യൂണിറ്റ് സിസ്റ്റം പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തത് എന്ന് പറഞ്ഞു, അല്ലെ? എങ്ങനെയാണ് സെന്റിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാം, മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാം, സെന്റിമീറ്റർ സ്ക്വയറിനെ എങ്ങനെയാണ് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഇത്രയും ചെയ്തിട്ടുള്ളൂ, നമ്മള് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണോ? മനസ്സിലാകുന്നയോ? മനസ്സിലാകുന്നില്ല? എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാക്കുന്നില്ലേ? സ്പീഡ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. എന്തായാലും ജസ്റ്റ് എല്ലാവരും ഒന്ന് മറിച്ചു നോക്കി. നമ്മൾ എഴുതിയ കാര്യങ്ങളോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കൂ. എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ എന്ന് നോക്കി. പെട്ടെന്ന് നോക്ക്. പെട്ടെന്ന് നോക്കട്ടെ. എല്ലാവരും ഒന്ന് മറിച്ചു നോക്ക്. എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കാം.
നോക്കിയോ? ആ നോക്കി. ഓക്കെ, എന്നാ ഓരോരുത്തർ പറ. കേൾക്കുന്നില്ല? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? എന്നാ ഓക്കെ, എന്നാ പറ. ഫസ്റ്റ് ആരാ പറയുന്ന? ഫസ്റ്റ് വിവേക് പറടാ. എന്താ നമ്മൾ ഫസ്റ്റ് എന്തൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു എന്താടാ വിവേക്? ആ ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും അല്ലേ? ഓക്കെ, എന്നാ അടുത്ത ആള് ആരാണ്? മുഹസിന. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആ ക്വാണ്ടിറ്റീസുകളെ വേറെ സിമ്പിൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഏതൊക്കെയാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, ടൈം, ലൂമിനസ് ഇന്റൻസിറ്റി, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ? എത്ര? 7 ഉണ്ട് അല്ലേ? എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ ക്വാണ്ടിറ്റീസിനെ സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആയിട്ട് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഓക്കെ, ആ വോളിയം അല്ലേ? ഓക്കെ, പിന്നെ അടുത്ത ആള് ശ്രീറാം അല്ലേ? ശ്രീറാം കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ടോ? എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞ? സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞ യൂണിറ്റ്സ് ഏതൊക്കെ രീതിയിലാണ് പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞ യൂണിറ്റ്സ് ഏതാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലേ? എന്താ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞത്? എന്താ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലേ? അപ്പൊ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താ? ഡിറൈവ് ക്വാണ്ടിറ്റീസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ കുറച്ച് യൂണിറ്റുകളെ പറ്റി കുറച്ച് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മാസ്, ലെങ്ത്, ടൈം അല്ലേ? അതിന്റെ ഒക്കെ ഒന്ന് യൂണിറ്റുകൾ പറയാൻ പറ്റുമോ? ലെങ്ത്തിന് എന്തൊക്കെയാ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു? കിലോഗ്രാം. ഓക്കെ 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 മ്യൂട്ട് ചെയ്തു. അടുത്ത ആളെ പേരെന്താ പറഞ്ഞേ? ശ്രീറാമ, വിവേക്, പിന്നെ ഒരാളെ പേരെന്താ? ഷിതിൻ പറടാ. പിന്നെ നമ്മൾ പറഞ്ഞ യൂണിറ്റ്സിനെ പറ്റി പറഞ്ഞു. എന്താ 3 ഓൾഡ് യൂണിറ്റ്സിനെ പറ്റി പറഞ്ഞു അല്ലേ? സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റി പറഞ്ഞു അല്ലേ? ഏതൊക്കെ? ഏതൊക്കെ? MK സിസ്റ്റം അല്ലേ? എന്താണ് FPS സിസ്റ്റം എന്ന് പറഞ്ഞ? ഫൂട്ട് പൗണ്ട് സെക്കൻഡ് അല്ലേ? CJ സിസ്റ്റം സെന്റിഗ്രാം, ഗ്രാം. പിന്നെ ഓക്കെ. പിന്നെ നമ്മൾക്ക് പിന്നെ നമ്മൾ പറഞ്ഞ ഇത് പറഞ്ഞല്ലേ, എപ്പോഴും ഏതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മളെ CGS ഉം FPS ഉം MKS ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതിന്റെ ബേസിലാ? ലെങ്ത്, മാസ്, ടൈം. ആ ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലേ? പിന്നെ അടുത്ത ആളാ എന്താ? സെജ്മ അല്ലേ? എന്താ SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ? പ്രസന്റ് യൂണിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ് സിസ്റ്റം അല്ലേ? അത് എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞ നമ്മള്? 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും. ഓക്കെ. ഏതൊക്കെയാണ് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, ലുമിനസിറ്റി. പിന്നെ അതിന്റെ യൂണിറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? SI യൂണിറ്റ് സിസ്റ്റം. ലെങ്ത്തിന് എന്താ പറഞ്ഞേ? പിന്നെ ലെങ്ത്തിന്, മാസിന്, പിന്നെ ലൂമിനസ് ഇന്റൻസിറ്റി ഏത് ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യല്? CD എന്നുള്ളതല്ലേ? പിന്നെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കെൽവിൻ, സിമ്പിൾ കെ. പിന്നെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്? പ്ലെയിൻ ആംഗിളും സോൾഡ് ആംഗിളും. എന്താ യൂണിറ്റ് പറഞ്ഞേ? റേഡിയനും സ്റ്റെറേഡിയനും അല്ലേ? റേഡിയനും സ്റ്റെറേഡിയനും. ഓക്കെ. പിന്നെ ഇനി അറിയില്ലേ? എല്ലാരോടും ചോദിച്ചോ? ഓക്കെ. അപ്പൊ എന്നെടുത്ത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാകുന്നില്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല. നമ്മൾ അവസാനം കൺവേർട്ട് ചെയ്തതും ബാക്കി യൂണിറ്റ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞതും ബാക്കി കാര്യങ്ങളൊക്കെ SI യൂണിറ്റ് സിസ്റ്റം എല്ലാം ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആർക്കും വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കുന്നതില്ലേ? എന്തെങ്കിലും ചോദിക്കാണ്ടോ? എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കുക. ഇതിൽ മനസ്സിലാകാത്ത വല്ല ഭാഗമുണ്ടോ അല്ലെങ്കിൽ അറിയാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഉണ്ടോ?
നമുക്ക് ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? ക്ലാസ് അപ്പ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബാക്കി എന്തെങ്കിലും ചോദിക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.